കഥാവതരണത്തിലും കലാവൈദഗ്ധ്യം കൊണ്ടും ഏറെ ശ്രദ്ധേയനായ ആളാണ് കഥികൻ തൃപ്പൂണിത്തുറ മധുരിമ ഉണ്ണികൃഷ്ണൻ. ഇദ്ദേഹത്തിന്റെ അവതരണ ശൈലിയിൽ കഥാപ്രസംഗം പ്രേമികൾ എന്നും ആകൃഷ്ടരായിരുന്നു. കലാസബരിയിൽ 45 വർഷം പൂർത്തിയാക്കിയ അദ്ദേഹം തിരുവനന്തപുരം കനകക്കുന്നിൽ നിന്നും നമ്മുടെ പ്രതിനിധി ശ്യാമിനൊപ്പം ഇന്ന് വാർത്താപ്പുലിയിൽ ചേരുകയാണ്. കഥാരചനയിലെ മൗലികതയും ആലാപന മാധുര്യവും കൊണ്ട് മലയാളികളെ ഏറെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ആളാണ് മധുരിമ ഉണ്ണികൃഷ്ണൻ. തൃപ്പൂണിത്തുറ സ്വദേശിയായ ഇദ്ദേഹം നമ്മളോടൊപ്പം ഇന്ന് വാർത്താപ്പുലിയിൽ. മധുരിമ അത് ഈ മധുരിക്കുന്ന ഒരു നൊമ്പരം തന്നെയാണ്. ശരിക്കും ഈ മധുരിമ എന്നൊരു പേര് എങ്ങനെയാ അത് കുടുംബ പേരാണോ അതോ മുൻപ് ഗാനമേള ട്രൂപ്പിലൊക്കെ ഉണ്ടായിരുന്നു? എങ്ങനെയാണ് ഈ പേരിലേക്ക് വന്നത്? അത് സാറ് പറഞ്ഞ പോലെ തന്നെ നൊമ്പരത്തിൻ്റെ കാര്യം അതിലുണ്ട്. മധുരിമ ഗാനമേള ട്രൂപ്പ് ഇടയ്ക്ക് നിന്നുപോയി. അതിൻ്റെ ഇടയ്ക്ക് ഇൻ്റർവെല്ലിന് മിമിക്രി നടത്തുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അത് 1.25 മണിക്കൂർ നേരം ഞാൻ മിമിക്രി നടത്തും. അങ്ങനെ ആ ട്രൂപ്പ് ഇല്ലാണ്ടായപ്പോഴാണ് ഞാൻ കഥാപ്രസംഗത്തിലേക്ക് ഇറങ്ങിയത്. മിമിക്രിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആദ്യം തന്നെ കിളികളുടെ കളകളാരവം കേട്ടിട്ടാണ് ഞാൻ എഴുന്നേൽക്കുന്നത് എന്ന് പറഞ്ഞ് കിളിയുടെ ശബ്ദം കേൾപ്പിക്കുന്ന ഒരു രംഗം ഉണ്ടായിരുന്നു. അപ്പോൾ പഴയ പോലെയൊന്നും പറ്റില്ലെങ്കിലും ഞാനതൊന്ന് നോക്കാം. മനോഹരമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ ഒരു മരുന്ന് കച്ചവടമുണ്ട് റോഡ് സൈഡിലുള്ള ഈ ലാടവൈദ്യന്മാരുടെ ഒരു മരുന്ന് കച്ചവടം. അങ്ങനെ നിരവധി ഒരു ട്രോളുകളും ഒക്കെ വരുന്ന സാഹചര്യത്തിൽ ഇന്ന് ഈ ഒരു കഥാപ്രസംഗത്തിൻ്റെ ഒരു പ്രസക്തി കുറഞ്ഞുകൊണ്ടിരിക്കാൻ തോന്നിയിട്ടുണ്ട്. പല സാഹചര്യങ്ങളിലും സാറ് ഇങ്ങനെ സർക്കാരുകളുടെ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാത്ത കാര്യങ്ങളൊക്കെ തന്നെ വിമർശിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ കലാകാരന്മാർക്ക് വേണ്ടത്ര ഒരു പരിഗണന ഇപ്പോൾ ലഭിക്കുന്നുണ്ടോ? ഇപ്പോൾ കലാകാരന്മാർ അനർഹരായവർ പലർക്കും സ്ഥാനമാനങ്ങളുണ്ട്, അർഹിക്കപ്പെട്ടവർക്ക് സ്ഥാനമില്ല. അവർ ചുവട്ടിൽ നോക്കുമ്പോൾ ഉയരങ്ങളിൽ പറക്കുകയാണ് മറ്റുള്ളവർ. എത്രയോ നല്ല നല്ല കലാകാരന്മാരും കലാകാരികളുണ്ട്, അറിയപ്പെടാണ്ട് പോവുകയാണ്. അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാനോ അവരുടെ ഉന്നമനത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാനോ എത്രത്തോളം ആളുകൾ ഗവൺമെൻറ്റും അതുപോലെ മാറി മാറി വരുന്നവർ ഇതിന് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ധാരാളം അപാകതകളുണ്ട്. പിന്നെ പുതിയ തലമുറയ്ക്ക് ചുട്ടുപഴുത്ത അനുഭവങ്ങളിലൂടെ ചെരുപ്പില്ലാണ്ട് നടക്കാൻ അവർക്ക് ഇഷ്ടമല്ല. അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ, അവർക്ക് കൈ നനയാണ്ട് മീൻ പിടിക്കണം, വെള്ളത്തിലിറങ്ങാണ്ട് നീന്തൽ പഠിക്കണം. 75% ആളുകളും അങ്ങനെ തന്നെ, യുവാക്കൾ യുവതികളും. ഒരു 25% പേര് രണ്ടും കൽപ്പിച്ച് രംഗത്തേക്ക് ഇറങ്ങണുള്ളൂ. അതൊരു മഹാസംഭവം തന്നെയാണ്. നമ്മൾ രണ്ടും കൽപ്പിച്ച് രംഗത്തേക്ക് ഇറങ്ങണം. എന്തെല്ലാം തിക്ത അനുഭവങ്ങളുണ്ടായാലും എനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ, എനിക്ക് ചെയ്യാനുണ്ട് എന്ന് തോന്നണം. ആദ്യത്തെ സ്റ്റേജ് തന്നെ എൻ്റെ പൊളിഞ്ഞു വീണു കഥാപ്രസംഗത്തിൻ്റെ. അത് വലിയൊരു ചർച്ച ചെയ്തായിരുന്നു. കാരണം അങ്ങ് ആദ്യമായിട്ട് അവതരിപ്പിച്ച ഒരു ക്ഷേത്രത്തിലാണ് എൻ്റെ ഓർമ്മ, അല്ലേ? ഞാൻ വായിച്ചറിഞ്ഞതാണ്. അപ്പോൾ ആ ക്ഷേത്രത്തിൽ പിന്നീട് അത് ഊട്ടുവരയിൽ നടത്തേണ്ട ഒരു സാഹചര്യം വരുന്നു. അതെ, ഒരു എങ്ങനെയായിരുന്നു ആദ്യത്തെ ആ ഒരു അനുഭവം തന്നെ ഒരു തിക്താനുഭവമായിട്ട്? അതെ, 1977 കണ്ണംകുളങ്ങര ശിവക്ഷേത്രത്തിൻ്റെ മുമ്പിൽ അവിടെ തൊട്ടടുത്തുള്ള ചിൽഡ്രൻ സൊസൈറ്റി എന്ന് പറഞ്ഞ കുട്ടികൾ എനിക്കൊരു വേദി തന്നു. 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കഥയിൽ കാറ്റും മഴയുണ്ടാവുന്ന രംഗം വന്നപ്പോൾ യഥാർത്ഥത്തിൽ കാറ്റും മഴയുണ്ടായി, സ്റ്റേജ് വീണു, എല്ലാം നനഞ്ഞു. അങ്ങനെ മഴ പെയ്യുന്ന ഒരു സമയമേ ആയിരുന്നില്ല അത്. അപ്പോൾ എന്നോട് ആളുകൾ പറഞ്ഞു, പരമശിവന് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ തൻ്റെ ഈ കഥാപ്രസംഗ നിവേദ്യം, അതാണ് മഴ പെയ്ത് നനഞ്ഞെല്ലാം നശിച്ചത്. ഞാൻ പറഞ്ഞു, ഗംഗാപ്രവാഹം ഉണ്ടായതാണെങ്കിലോ ഭഗവാന്റെ മനസ്സ് നിറഞ്ഞു. 20 മിനിറ്റ് നീ കഥ പറഞ്ഞുള്ളൂങ്കിലും നിൻ്റെ പറച്ചിലുകൊണ്ടും നിൻ്റെ പാട്ടുകൊണ്ടും എൻ്റെ മനസ്സും ശരീരവും തണുത്തു. അതുകൊണ്ട് നിനക്കതേ അദ്ദേഹത്തിൻ്റെ ആ തീർത്ഥം ഒഴുകിയതാണെങ്കിലോ, ആ ദിവ്യ തീർത്ഥം ഗംഗാപ്രവാഹം ഉണ്ടായതാണെങ്കിലോ എന്ന് ചോദിച്ചു. പിറ്റേ ദിവസം അമ്പലത്തിൻ്റെ ഊട്ടുവരയിൽ കഥ പറയാനുള്ള ചാൻസ് കിട്ടി. 2-2.5 മണിക്കൂർ കഥ പറഞ്ഞു. തുടർന്ന് അങ്ങോട്ട് കഥ കിട്ടി. നാരായണ ചരിതം എന്ന കഥയായിരുന്നു. ഗുരുദേവൻ്റെ കഥയാണെന്നും പറഞ്ഞ് ബുക്ക് ചെയ്യാൻ വന്ന പലരും വന്നു. അപ്പോഴാണ് അറിയണത് ഇത് ഒരു കള്ളൻ, നാരായണൻ എന്ന് പറഞ്ഞ ഒരു കള്ളൻ്റെ, നാരായണൻകുട്ടി എന്ന് പറഞ്ഞ ഒരു കള്ളൻ്റെ കഥയാണെന്ന് പറഞ്ഞു. അയ്യോ അന്ന് വേണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു, പേര് നമുക്ക് മാറ്റാം എന്ന് മാറ്റിയിട്ട് ചലിക്കുന്ന പ്രതിമ എന്നാക്കി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ചലിക്കുന്ന പ്രതിമ മാത്രം. അത് തന്നെ 1000-1500 സ്റ്റേജെങ്കിലും വരും.
നിരവധി കഥകൾ അല്ലെ ഈ സാറിൻ്റെ ഒരു കഥാപ്രസംഗത്തിൻ്റെ ഒരു പ്രത്യേകത നോക്കുകയാണെങ്കിൽ എല്ലാ കഥകളും സ്വന്തമായിട്ട് തന്നെ തയ്യാറാക്കുന്നതും ഈ പാട്ടുകളാണെങ്കിൽ സ്വയം ചിട്ടപ്പെടുത്തുന്നതാണ്. അത് എങ്ങനെയാണ് അതിലേക്ക് വരുന്നത്? സ്വയം മറ്റുള്ളവരുടെ സാധാരണ ആളുകൾ മറ്റ് ആളുകളുടെ കഥ അല്ലെങ്കിൽ കഥ മാത്രമായിരിക്കും അവർ തന്നെ ചെയ്യാറുള്ളത്. ഈ പാട്ടും കഥയും എല്ലാം ഒന്നിച്ചു കൊണ്ടുപോകുന്ന അത് ഈ കഥ കിട്ടണതും പാട്ട് എഴുതണതും എല്ലാം എപ്പോഴും എൻ്റെ പോക്കറ്റിൽ ഒരു ചെറിയ കഷ്ണം കടലാസ് ഉണ്ടാവും. ഒരു കഷ്ണം കടലാസും പേനയുണ്ടാവും. എവിടെ വെച്ചാണ് നമുക്ക് ഈ പാട്ടിൻ്റെ ഒരു ഐഡിയ തോന്നുന്നത് വെച്ചാൽ അത് എഴുതുക. അതുപോലെ കഥ പത്രം വായിക്കുമ്പോൾ ദുരഭിമാനക്കൊല നടന്നു എന്ന് പറയുമ്പോൾ അത് ആലോചിക്കും ഞാൻ, ജാതി തമ്മിലുള്ള വ്യത്യാസമാണിത്. അപ്പോൾ അതനുസരിച്ചൊരു കഥ എഴുതണം എന്ന് പറഞ്ഞാണ് തങ്കവിഗ്രഹം എന്ന കഥ ഞാൻ എഴുതിയതും അതിലേക്ക് പാട്ട് എഴുതിയതും എല്ലാം ഞാൻ തന്നെയാണ്. ഇപ്പോഴും അങ്ങനെ കഥകൾ എഴുതുന്നുണ്ട്? ഇപ്പോഴും കഥ എഴുതുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം തൃപ്പൂണിത്തുറയിലുള്ള ഒരു അവിടെ മാത്രം അപ്പോൾ വേറെ സ്ഥലത്തേക്ക് പോകണ്ടോയെന്ന് എനിക്കറിയില്ല, ഇന്ത്യ മിറർ എന്നും പറഞ്ഞൊരു പത്രമുണ്ട്. ഇന്ത്യ മിററിലേക്ക് എന്നെ വിളിച്ചു പറഞ്ഞു, ഉണ്ണികൃഷ്ണ 3 മണിക്ക് പ്രിൻ്റ് ചെയ്യാൻ കൊടുക്കണം, ഉടനെ ഒരു ചെറുകഥ വേണമെന്ന് പറഞ്ഞു. ഇപ്പോൾ 12:30 ആയല്ലോ, ഉടനെ വേണം, സ്ഥലമുണ്ട്, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഒരു കഥ രൂപപ്പെടുത്തിയെടുത്തു. പാമ്പൻ പരമു എന്ന ഗുണ്ടയുടെ കഥ എന്ന് പറഞ്ഞ് ശരിക്കും ഒരു 3-4 കോളം ഫുള്ളായി. എന്നിട്ട് ധാരാളം കോളും വന്നു. കാരണം ആരും വിചാരിക്കണ ഒരു ഗുണ്ടയല്ല. അങ്ങനെ ഗാനമേള ട്രൂപ്പിൽ എത്തിപ്പെട്ടത് ഗായകനാവണമെന്ന് ആഗ്രഹിച്ചാണോ അതോ കാഥികനാവണമെന്നൊരു ഉള്ളിൽ എന്തെങ്കിലും സിനിമാ പാട്ട് ആസ്വദിക്കണ ഒരു ഇതല്ലാണ്ട് സിനിമാ പാട്ട് പാടണം എന്നെൻ്റെ മനസ്സിലില്ല. എന്നാലും എൻ്റെ കഥയിൽ ചിലപ്പോൾ ഈ സ്യമന്തകം കഥയിൽ പ്രസേനൻ കാട്ടിലേക്ക് പോകുമ്പോൾ കാട്ടിലുള്ള തേനും അതുമെല്ലാം കഴിച്ച് പഴങ്ങളെല്ലാം കഴിച്ചപ്പോൾ പ്രസേനൻ, അതായത് സത്രാജിത്തിൻ്റെ സഹോദരന് തോന്നി, ഈ കാട്ടിൽ എവിടെയെങ്കിലും താമസിച്ചാലോ, എന്ത് രസമായി ഇവിടുത്തെ അന്തരീക്ഷം എന്ന് പറയുമ്പോൾ ചെകുത്താൻ്റെ കോട്ട എന്ന് പറഞ്ഞ പടത്തിൽ സത്യൻ ഫോറസ്റ്റ് ഓഫീസറാണ്. അപ്പോൾ സത്യനെ പാടിക്കൊണ്ട് പോകണ ഒരു രംഗമുണ്ട്. ഒരു മലയുടെ താഴ്വരയിൽ ഒരു കാട്ടാറിൻ കരയിൽ താമസിക്കാൻ മോഹം എനിക്കൊരു താപസനെ പോലെ, ഒരു താപസനെ പോലെ. ഇങ്ങനെ ഒരു 1-2 വരി കഥാപ്രസംഗത്തിൽ ഇപ്പോൾ ചേർക്കണ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് തുടങ്ങിയതാണ്. അത് ആളുകൾക്ക് വളരെ ഇഷ്ടമാണ്. ആ പാട്ട് മുഴുവൻ പാടാൻ ഞാൻ എന്താണെന്ന് ചോദിക്കണേ അവർ. അങ്ങനെ ഒരു അതുപോലെ താരാട്ട് പാടി ഉറക്കണ രംഗമുണ്ട് സത്യവാൻ സാവിത്രിയിൽ. കൊച്ചിനെ താരാട്ട് പാടി ഉറക്കണം. താരാട്ട് പാടി ഉറക്കാം നിന്നെ ഞാൻ, താഴെ വയ്ക്കാതെ തൊട്ടിലാട്ടാം, തേനും പാലും പഴവും തരാം, വയമ്പരച്ചു ഞാൻ സ്വർണം തരാം. ഈ പാട്ട് വരുമ്പം ശരിക്കും ഇത് ഈ കഥയുമായിട്ട് സിങ്ക് ചെയ്യണമല്ലോ കൃത്യമായിട്ട്. അപ്പോൾ വേറെ കിടക്കരുത്. അതെ, അത് ഈ പാട്ട് എഴുതുമ്പോൾ അങ്ങനെ ഒരു രീതിയിലേക്ക് വരാറുണ്ടോ? തീർച്ചയായും കുറേ പ്രാവശ്യം എഴുതിയിട്ട് നമ്മൾ വെട്ടേണ്ടി വരും. കുറേ പ്രാവശ്യം എഴുതി വെട്ടിയിട്ട് ശരിക്കും പ്രാസം ഒപ്പിച്ച് നമുക്ക് പാടാൻ പറ്റിയ ലളിതമായി, ഞാൻ ക്ലാസിക്കലായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല, ഓർക്കസ്ട്രക്കാർ പറഞ്ഞ രാഗങ്ങൾ കേൾക്കണമെന്നല്ലാണ്ട് എനിക്ക് യാതൊരു പിടിപാടുമില്ല. അപ്പോൾ പാട്ട് പാടി നമ്മൾ നോക്കും എത്രത്തോളം നമ്മൾക്ക് ഇത് ഹൃദയസ്ഥമാക്കാൻ പറ്റും. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശ്രുതി കിട്ടണമല്ലോ, അവിടെയാണ്. അപ്പോൾ അത് അങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് നമ്മുടെ കയ്യിൽ ഒതുങ്ങും എന്ന് നോക്കണ ആ രീതിയിലുള്ള പാട്ടാണ് ഞാൻ എഴുതിയെടുക്കുന്നത്. അപ്പോൾ പാട്ട് ആലാപനത്തിൽ അത്ര വൈദഗ്ധ്യമില്ലെന്ന് പറയുന്നുണ്ടെങ്കിലും ഒരു സിനിമയിൽ പാടിയതായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അത് ഈ ഇന്നസെൻ്റ് എന്ന് പറഞ്ഞ പടത്തിൽ സന്തോഷ് വർമ്മ, ഗാനം രചിക്കുന്ന സന്തോഷ് വർമ്മ എൻ്റെ ട്രൂപ്പിൽ ഉണ്ടായിരുന്ന ആളായിരുന്നു. അദ്ദേഹം പിന്നീടാണ് സിനിമയിലേക്ക് പോയത്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഉണ്ണിച്ചേട്ടാന്നേ വിളിക്കുള്ളൂ, ഉണ്ണിച്ചേട്ടാ ഇന്നസെൻ്റ് എന്ന് പറഞ്ഞ പടത്തിൽ ഒരു ചെറിയ ഒരു 2-3-4 വരി ജഗതിക്ക് വേണ്ടി ഒന്ന് പാടണം, ബാക്കി എല്ലാം ഫില്ലായി കഴിഞ്ഞു, ആ ഗ്യാപ്പ് ഇട്ടിരിക്കുക, ഇപ്പോൾ എവിടെയുണ്ട്, ഞാൻ വണ്ടി കൊണ്ടുവരണം, ഒന്നും വേണ്ട, ഞാൻ സ്പോട്ടിലെത്തിക്കോളാം എന്ന് പറഞ്ഞു. അത് പാട്ടിൻ്റെ വരി പോലും എനിക്കിപ്പോൾ ഓർമ്മയില്ല. ഇലക്ഷനോട് ബന്ധപ്പെട്ട് ജഗതിക്ക് വേണ്ടി പാടിയ ഒരു ഇതാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിന് ആക്സിഡൻ്റൊക്കെ ഉണ്ടായത്. ഇന്നസെൻ്റ് എന്നാണ് പടത്തിൻ്റെ പേര്. ഞാൻ കുറച്ച് കാലം ഹൈക്കോർട്ട് സ്റ്റോറിലുണ്ടായിരുന്നു, ഗവൺമെൻറ് ജോലിയല്ല. പക്ഷെ അവിടെ ജയചന്ദ്രൻ്റെ പാട്ടിനോട് കമ്പമുള്ള കുറേ സുഹൃത്തുക്കളുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും അവർക്ക് പ്രിയങ്കരമായ പാട്ടിൻ്റെ 4 വരി ഞാൻ പാടാം. നിൻ മണിയറയിലെ നിർമ്മല ശയ്യയിലെ നീല നീരാളമായി ഞാൻ മാറിയെങ്കിൽ ചന്ദന മണമൂറും നിൻ ദേഹമലർവല്ലി എന്നുമെൻ വിരിമാറിൽ പടരുമല്ലോ. നിൻ മണിയറയിലെ നിർമ്മല ശയ്യയിലെ
നീല നീരാളമായി ഞാൻ മാറിയെങ്കിൽ. ഈ പാട്ട് മുഴുവൻ ഇരുത്തി പാടിക്കും. അത് 1-2 പ്രാവശ്യമല്ല, 2-3-4 പ്രാവശ്യം പാടേണ്ടി വരും. അതുപോലെ തന്നെ ജയചന്ദ്രൻ്റെ വേറെ പാട്ട്, കരിമുകിൽ കാട്ടിലെ രജനി തൻ വീട്ടിലെ കനകാംബരങ്ങൾ വാടി കടത്തുവള്ളം യാത്രയായി യാത്രയായി കരയിൽ നീ മാത്രമായി. അത് പിന്നെ സുപ്രഭാതം സുപ്രഭാതം ആ പാട്ട്. പിന്നെ പൂർണേന്ദുമുഖിയോടമ്പലത്തിൽ വെച്ച് പൂജിച്ച ചന്ദനം ഞാൻ ചോദിച്ചു. അത് പിന്നെ ഒരു പാട്ട് ചോദിച്ചപ്പോൾ തന്നെ ഒരു പാട്ടിൻ്റെ പാലാഴി തന്നെ തീർക്കുകയാണ്. അപ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള കഥയിലെ ഒരു പ്രസക്തമായൊരു ഭാഗം നമ്മുടെ ജനം ടി വിയുടെ പ്രേക്ഷകർക്കായിട്ട് അവതരിപ്പിക്കും. അതിൽ സന്താന സൗഭാഗ്യം ഇല്ലാഞ്ഞിട്ട് ദമ്പതികൾ സന്താന ഗോപാലമൂർത്തി ഇരിക്കുന്ന പ്രതിഷ്ഠ, അങ്ങനെ ഒരു ക്ഷേത്രമുണ്ട്. അത് വീടിനടുത്തുള്ള ശാന്തികാരനാണ് പറഞ്ഞു കൊടുക്കണേ. സന്താന സൗഭാഗ്യം ഉണ്ടാവണമെങ്കിൽ കുറച്ച് ദിവസം ഭജനമിരുന്ന് പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞിട്ട് ഇവർ പോയി പ്രാർത്ഥിക്കണ ഒരു ഗാനമുണ്ട്. അമ്പലത്തിൽ പോയി, ആ അമ്പലത്തിൽ പോയി കാടും മേടും കാട്ടാറുകളും കിടന്ന് അവിടെ ചെന്നിട്ട് ഭഗവാന്റെ മുമ്പിൽ ചെന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അവർ ചെന്നപ്പോൾ ഒരു കുഞ്ഞിന് ചോറ് കൊടുത്തുകൊണ്ടിരിക്കുന്ന രംഗം അത് കണ്ടപ്പോൾ അവർക്ക് സന്തോഷമായി. ദൈവമേ, നമുക്ക് ഇതുപോലെ സൗഭാഗ്യം ഉണ്ടാവുമല്ലോ. ഓടിച്ചെന്ന് എല്ലാം കഴിഞ്ഞപ്പോൾ ആ കൊച്ചിനെ എടുത്തു തെരുതിരെ ചുംബിച്ചു. ഇതുപോലൊരു കുഞ്ഞിന് വേണ്ടി ഭജന വരുന്ന പ്രാർത്ഥിക്കാനാണ് ഞങ്ങൾ വന്നത്. എന്ത്, നിങ്ങൾ പ്രസവിക്കാത്ത സ്ത്രീയാണോ? സാവിത്രി, നമ്മുടെ കുഞ്ഞിനെ വാങ്ങിക്കൂ. മച്ചികളുടെ ഈ കൊച്ചുങ്ങളെ കൊടുത്ത കൊച്ചുങ്ങളുടെ കൈയും കാലും അച്ചിങ്ങ പോലെയാവും. കൊച്ചിനെ തട്ടിപ്പറിച്ചു മേടിക്കൂ. കൊച്ചിനെ തട്ടിപ്പറിച്ചു മേടിച്ച് ആ ദമ്പതികൾ നടന്നകുന്നു. അത് കണ്ടപ്പോൾ സഹിച്ചില്ല. ഭഗവാനെ, ഇതാണോ നിൻ്റെ മായാവിലാസം? രാമായണത്തിലെ കൗസല്യയല്ല, കൈകേയിയല്ല, ഞാൻ സുമിത്രയല്ല. രാമായണത്തിലെ കൗസല്യയല്ല, കൈകേയിയല്ല, ഞാൻ സുമിത്രയല്ല. ഗോപകുമാര പുത്രകാമേഷ്ടി എത്രയായാലും സാധ്യമല്ല. രാമായണത്തിലെ കൗസല്യയല്ല, കൈകേയിയല്ല, ഞാൻ സുമിത്രയല്ല സുമിത്രയല്ല. വളരെ മനോഹരമായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സമയം, അതായത് അങ്ങയുടെ ജീവിതത്തിലെ വലിയ ഒരു കാലഘട്ടമാണ് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മളോട് അദ്ദേഹം പറഞ്ഞു തീർത്തതെങ്കിലും വലിയൊരു കാലഘട്ടത്തെയാണ് അത് ഓർമ്മപ്പെടുത്തുന്നത്. എന്തായാലും ഈ മധുരിമ ഉണ്ണികൃഷ്ണൻ എന്ന കാഥികന് ഇനിയും ഒരുപാട് വേദികളുണ്ടാവട്ടെ, ഇനിയും മധുരിക്കുന്ന ഓർമ്മകൾ അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജനം ടി വിക്ക് ഈ എളിയ കാഥികൻ തൃപ്പൂണിത്തുറ മധുരിമ ഉണ്ണികൃഷ്ണൻ്റെ നന്ദി, നമസ്കാരം.